ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ച് പ്രോഡക്ട്സ് ഒരുമിച്ച് അൺബോക്സ് ചെയ്താലോ. ആദ്യം നമുക്ക് ആപ്പിൾ പെൻസിൽ പ്രോ കാണാം. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ വശങ്ങൾ എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. സത്യം പറയട്ടെ, ജീവൻ പോയി, ശ്വാസം നിലച്ചുപോയി, സാധനം കാണുന്നില്ലായിരുന്നു. ഇത് ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് വാങ്ങിച്ചതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഐപാഡിൽ ഇതൊക്കെ ചെയ്ത് തന്നതായിരുന്നു. പിന്നെ അതിനകത്തായി പോയ കാര്യം മറന്നുപോയി. അതാണ് സംഭവിച്ചത്. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. നിങ്ങളും കൂടി കാണട്ടെ, എൻ്റെ ഒരു ഞെട്ടലെന്ന് കരുതി. പിന്നെ വരയ്ക്കാൻ എഴുതാനൊന്നും പറ്റുന്നില്ലായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. പിന്നെ പെയർ ചെയ്തതിന് ശേഷമാണ് അതൊന്ന് സ്മൂത്തായി വന്നത്. പക്ഷെ കൊള്ളാം, സംഭവം കൊള്ളാം. എഴുതാം, വരയ്ക്കാം, കുറിപ്പെഴുതാം, ഡിസൈൻ ചെയ്യാം. ഭയങ്കരമായിട്ട് നമുക്കൊരു ചെറിയ കാര്യം, ചെറിയ രേഖകൾ വരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മളിങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോക്ക് മാറും. അങ്ങനത്തെ ഒരു സാധനം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കൂടുതൽ ആധികാരികമായിട്ടാണ് എങ്കിൽ ഞാൻ പിന്നീട് കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം പറയാം. ഇപ്പോൾ നിലവിൽ ഒരു കൗതുകം കൊണ്ട് വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി ഇത് ഒരു ഹെയർ സീറമാണ്. ഇതൊരു പ്രൊഫഷണൽ സാധനമാണ്. സംഭവം ഞാനിത് കുറേ പരസ്യങ്ങളും കുറേ പേരുടെ റിവ്യൂസൊക്കെ കണ്ട് വാങ്ങിച്ചതാണ്. ഒലാപ്ലെക്സ്. ഇതൊരു എന്താ പറയുന്നത്, പെർഫെക്റ്റർ എന്നൊക്കെ പറയത്തില്ലേ, ഹെയർ പെർഫെക്റ്റർ, അങ്ങനെയാണ്. അപ്പം നമ്മുടെ സ്റ്റിഫ്നെസ്സും അങ്ങനെ എന്തെങ്കിലും ഫ്രിസ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും. ഒരു ബോണ്ട് തരും, പരസ്പരം മുടികൾക്കിടയിലുള്ള ഒരു ബോണ്ട് അത് സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് സ്പ്ലിറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും, ഷൈനസ് കിട്ടും. ഇത്രയേ അറിയുള്ളൂ. ബാക്കി ഉപയോഗിച്ചതിന് ശേഷം പറയാം. നല്ലതാണോ? കുറച്ച് വിലയുണ്ട്. അപ്പം ഇനിയാണ് കാർക്കൂന്തലൊക്കെ വളർത്തി ഒന്ന് റെഡിയാക്കണം. സത്യം പറയട്ടെ, എനിക്ക് മുടി വളരാൻ ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ഷൈനി ആയിട്ട് കിടക്കണം, ഭയങ്കര ഫ്രിസ്നെസ് ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് കിടക്കണം, അങ്ങനെ ആഗ്രഹമുണ്ട്. ഒരുപാട് കാർക്കൂന്തലൊന്നും വലിയ താല്പര്യമില്ല. ഉണ്ടായിരുന്നു, അതെല്ലാം മുറിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ഇനി അടുത്ത സാധനം, ഈ സാധനം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കുറച്ച് നാളായി എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള പരിജ്ഞാനമുള്ള വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടാത്തത് കൊണ്ട് ഞാൻ ഇതൊന്നും തുറന്നിട്ട് പോലും ഇല്ല. ഞാൻ ഇപ്പം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വരും വീഡിയോകളിൽ ഞാൻ ഭയങ്കര പ്രോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്തതാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇത് മൈക്രോഫോൺ, ഇത് വയർലെസ് ആണ്, ചെറിയ ബട്ടനാണ്, പിന്നെ ബാറ്ററി ചാർജ് നിൽക്കും. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. കുറച്ച് നല്ല പ്രോ സാധനം. ഞാൻ ഇതിൻ്റെ റിവ്യൂ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ദൈവമേ, പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊരു സ്റ്റാൻഡാണ്, ട്രൈപോഡാണ്, ലൈറ്റൊക്കെയുള്ള ഒരു ട്രൈപോഡ്. സംഭവം കിടുവാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മെക്കാനിക്കൽ സൈഡ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടു എന്ന് പറയാം. കുറച്ച് പുസ്തകത്തിൽ എന്തെങ്കിലും കാര്യം പഠിക്കാൻ തന്നോ, ഞാൻ പഠിച്ചോളാം. പക്ഷേ ടൂള്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതാരെങ്കിലും സഹായിച്ചാൽ വലിയ ഉപകാരം. എനിക്ക് എൻ്റെ ചേട്ടന്മാരായാലും എൻ്റെ ഹസ്ബൻഡായാലും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചുറ്റുപാടായാലും എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഈ സൈഡൊന്നും ഇറങ്ങിയിട്ടില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടു എന്ന് പറയാമല്ലോ. എൻ്റെ അന്താളിപ്പെന്ന് പറയുന്നത് ഞാനിത് എന്ത് ചെയ്യൂ എന്നുള്ളതാണ്. എന്തായാലും ഈ പോർഷന് ഞാനൊന്ന് സ്പീഡാക്കുകയാണ്. കാര്യം ഞാൻ ഇരുന്ന് ബുദ്ധിമുട്ടുന്നത്, വിയർക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കണ്ടെന്ന് കരുതി. എനിക്ക് തന്നെ നാണക്കേടായി. അപ്പോൾ ഈ സാധനങ്ങളുടെ എല്ലാം റിവ്യൂ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.